നിങ്ങൾക്കറിയുന്ന അയ്യന്തോളിൽ ഒരു കുഴിയിൽ വീണ് ഒരു യുവാവിന് ദാരുണ അന്ത്യമുണ്ടായി. ആ ദൃശ്യം അവിടെ സംഘർഷം ഉണ്ടാകുന്നു ബസ്സുകാരുമായിട്ട്. കാര്യം കുഴിയിൽ നിന്ന് വെട്ടിത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ബസ് വന്ന് ഈ യാത്രികനെ ഇടിച്ചത്. നമ്മുടെ എഴുത്തുരുത്തിലെ എബൽ എന്ന ചെറുപ്പക്കാരനാണ് അന്ത്യമുണ്ടായത്. ഒരു മാസത്തിനിടെ രണ്ടാമത്തെ മരണമാണ് ഇപ്പോൾ ഈ കുഴിയുടെ ഭാഗത്ത് സംഭവിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നാട്ടുകാർ ക്ഷുഭിതരാണ്. കാര്യം രണ്ടാം തവണയാണ് ഒരാൾ അവിടെ മരിക്കുന്നത്. ഈ കുഴി ഇനിയും മൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് സംഘർഷം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ ബസ് ജീവനക്കാരും നാട്ടുകാരും തമ്മിലാണ് ഇപ്പോൾ സംഘർഷമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം ഇപ്പോൾ തൃശ്ശൂർ പരിസരങ്ങളിൽ വളരെ സാധാരണമാണ്. വടക്കേച്ചിറ ബസ് സ്റ്റാൻഡിലും തിരിക്കുന്ന വണ്ടികൾ തന്നെ മരണവേഗത്തിൽ പാഞ്ഞു പോകുന്ന കാഴ്ച തൃശ്ശൂരിലെ സാധാരണ സംഭവമാണ്. ഇപ്പോൾ നമുക്ക് സൂരജ് സജി ടെലിഫോണിൽ ചേരുന്നു. സൂരജ്, വിശദാംശങ്ങൾ. ഇന്ന് അല്പം മുമ്പാണ്, അതായത് ഏകദേശം 3/4 മണിക്കൂർ മുമ്പാണ് ഈ കുന്നംകുളത്ത് നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ് ഇടിച്ച് ഈ ബൈക്ക് യാത്രികൻ മരിച്ചത്. ഈ അയ്യന്തോൾ ഭാഗത്തുണ്ടായിരുന്ന കുഴിയിൽ ബൈക്ക് വീഴാതിരിക്കുന്നതിന് വേണ്ടി വെട്ടിക്കുന്നതിനിടയിൽ ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടമാകുകയായിരുന്നു. ഈ സമയത്ത് അമിത വേഗത്തിലെത്തിയ ബസ് ഈ ബൈക്ക് യാത്രികന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി. ഇതാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ ബസ് തടഞ്ഞിട്ടു എന്ന് മാത്രമല്ല, ഈ നാട്ടുകാർ ഈ സംഭവം ചോദ്യം ചെയ്തതോടുകൂടി നാട്ടുകാരും ബസ് ജീവനക്കാരും തമ്മിൽ വാക്കുതർക്കമടക്കം ഉണ്ടാവുകയായിരുന്നു. ഇതാണ് പിന്നീട് കയ്യാങ്കളിയിലേക്ക് പോയത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കോൺഗ്രസ് കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ്. ചുവന്ന ഷർട്ടിട്ടയാൾ കോൺഗ്രസിന്റെ കൗൺസിലറാണ്. ആ കൗൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ സംഘടിച്ച് ബസ് ജീവനക്കാർക്കെതിരെ പ്രതിഷേധിക്കുന്നതും കയ്യേറ്റത്തിന് ശ്രമിക്കുന്നതുമാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തിയിട്ടുണ്ട്. ഈ രംഗം ശാന്തമാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. മറുഭാഗത്ത് കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. അവർ ചൂണ്ടിക്കാണിക്കുന്ന തൃശൂർ നഗരത്തിൽ ഒരു മാസത്തിനിടെ രണ്ടാമത്തെ ആളാണ് ഈ കുഴിയിൽ വീണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ആളാണ്. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുൻപാണ് അമ്മയോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന അയ്യന്തോൾ സ്വദേശിയായിട്ടുള്ള യുവാവിന് ജീവൻ നഷ്ടമായത്. ഇതിനുശേഷമാണ് ഇപ്പോൾ എൽത്തുരുത്ത് സ്വദേശിയായിട്ടുള്ള യുവാവും സമാനമായ രീതിയിൽ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുഴിയിൽ വീണ് തന്നെയാണോ ഈ അപകടം ഉണ്ടായിരിക്കുന്നതെന്ന് ഉറപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ബസിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ കുഴിയിൽ വീണാണോ യുവാവ് മരിച്ചതെന്ന് സംബന്ധിച്ചുള്ള ഔദ്യോഗിക ഒരു സ്ഥിരീകരണം വരികയുള്ളൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ പ്രതിപക്ഷ സംഘടനകളാകട്ടെ യുവാവ് കുഴിയിൽ വീണാണ് ഈ അപകടം ഉണ്ടായതും അതുകൊണ്ട് ആ കുഴിയിൽ വീണാണ് മരിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്കും കയ്യാങ്കളിയിലേക്കും ഒക്കെ കാര്യങ്ങൾ പോയിരിക്കുന്നത്.